كنت نهيتكم عن زيارة القبور فزوروها. ഇനി മുതൽ നിങ്ങൾക്ക് ഖബർ സിയാറത്ത് സന്ദർശനം നടത്താം. എന്താ? ഫഇന്നഹാ തുസഖിദു ഫിദ്ദുനിയ, ദുനിയാവിനോടുള്ള വിരക്തി ഉണ്ടാക്കുന്നതാണ് സിയാറത്ത്. മാത്രമല്ല വതുദക്കിറുൽ ആഖിറ, പാരത്രിക ലോകത്തെ കൂടുതൽ ചിന്തിപ്പിക്കാൻ കാരണമാകും ഖബർ സന്ദർശനമെന്ന് അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട്. മഹാനവറുകൾ ഖബർ കണ്ടാൽ വല്ലാതെ കരയുമായിരുന്നു. മഹാനവറുകളോട് ചോദിച്ചു, നിങ്ങൾ സ്വർഗത്തെക്കുറിച്ച് പറയുമ്പോൾ കരയുന്നില്ല, നരകത്തെക്കുറിച്ച് പറയുമ്പോൾ കരയുന്നില്ല, പിന്നെ ഖബർ കാണുമ്പോൾ മാത്രം ഇത്രയേറെ പൊട്ടിക്കരയാനുള്ള കാരണം എന്താണ് എന്ന് മഹാനായ ഉസ്മാനിന്റെ അടിമയായ ഹാനി റളിയല്ലാഹു അൻഹു മഹാനവറുകളോട് ചോദിക്കുകയാണ്. അപ്പോൾ പറഞ്ഞു, ഇന്നൽ ഖബ്റ അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ, പാരത്രിക ലോകത്തേക്ക് കടന്നു ചെല്ലുന്ന ഒരു മനുഷ്യന്റെ ആദ്യത്തെ വീടാണ് ഖബർ. വഇന്ന ജാ മിൻഹു ഫമാ ബഅദഹു ഐസറു മിൻ, അതിൽ നിന്ന് രക്ഷപ്പെട്ടാൽ പിന്നെയുള്ളതെല്ലാം എളുപ്പമാണ്. വഇല്ലം യൻജു മിൻഹു ഫമാ ബഅദഹു അശദ്ദു മിൻ, ആ ഖബറിൽ തന്നെ അവൻ പരാജയപ്പെട്ടു പോയാൽ പിന്നെയുള്ളത് അതിനേക്കാൾ വലിയ ഭീകരമായ അവസ്ഥകളാണെന്ന് പ്രിയപ്പെട്ടവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട്. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, വഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാ റഅയ്തു മൻദറൻ ഖത്തു ഇല്ലാ വൽ ഖബ്റു അഫ്ളഹു മിൻഹു, ഖബറിനേക്കാൾ വശളായ ഒരു രംഗത്ത് എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടിട്ടില്ലെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ. ഇതാണ് ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഖബർ കാണുമ്പോൾ ഞാൻ പൊട്ടിക്കരയുന്നത് എന്ന് മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, പറഞ്ഞു കൊണ്ടുവന്നത് എന്താണ്? ഖബർ പാരത്രിക ലോകത്തെ നമ്മളെ ചിന്തിപ്പിക്കും. ഒരു ഖബർ സിയാറത്ത് ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനെ വിചാരിക്കും, പഠിച്ചവനെ നാളെ ഞാനും ഇതുപോലെ ഒരു ഖബറിൽ വന്ന് കിടക്കേണ്ട ആളാണ്. സുബ്ഹാനല്ലാഹ്, ഇന്ന് എൻ്റെ പിതാവിൻ്റെ ഖബർ സിയാറത്ത് ഞാൻ നടത്തുന്നു. നാളെ ഞാൻ ഈ ഖബറിൽ കിടക്കുമ്പോൾ എൻ്റെ മക്കൾ ഇതുപോലെ വന്നിട്ട് സിയാറത്ത് ചെയ്യുന്ന ഒരവസ്ഥയുണ്ടാകും. ഇന്ന് ഞാൻ മാളിക മുകളിൽ കിടന്നുറങ്ങുന്ന ആളാണ്. എത്ര സുന്ദരമായ അമ്പലച്ചുംബിയായ കൊട്ടാരത്തിലാണ് ഞാൻ ഇന്ന് കിടക്കുന്നത്. പടച്ചവനെ, ഇരുട്ടിനാൽ പൈൻറിട്ട ഈ ഖബറിൽ ഞാനും വന്ന് കിടക്കേണ്ടവനാണല്ലോ എന്ന ഒരു ചിന്ത നിനക്ക് ഖബർ സിയാറത്ത് നൽകുമെന്ന് അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാം ഖബർ സിയാറത്ത് ചെയ്യുമ്പോൾ ഖബറാളികൾക്ക് അതിൽ നിന്ന് കിട്ടുന്ന സന്തോഷം അത് വളരെ വലുതാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, മൽ മയ്യിതു ഫിൽ ഖബരി ഇല്ലാ കൽ ഗരീഖിൽ മുതഗവ്വിസി, നല്ല ആഴമുള്ള ഒരു വെള്ളത്തിൽ ചാടിയ ഒരു മനുഷ്യൻ, അയാൾക്ക് നീന്തമറിയില്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ, ആ മനുഷ്യൻ മുങ്ങി മരണപ്പെടാൻ പോകുന്ന സമയത്ത് എന്തെങ്കിലും ഒരു പിടിക്കയറ് കിട്ടിയെങ്കിൽ എന്ന് ചിന്തിക്കുന്ന അവസ്ഥ പോലെയാണ് ഖബറിൽ കിടക്കുന്ന മനുഷ്യനെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. യൻതദിറു ദഅവതൻ തൽഹഖുഹു മിൻ അബിൻ ഔ ഉമ്മിൻ ഔ അഖിൻ ഔ സദീഖ്, ആരാണ് എനിക്ക് വല്ലതും നൽകുന്നത്? ഖബറാളി ഇങ്ങനെ ആഗ്രഹിച്ചുകൊണ്ട് പ്രതീക്ഷിച്ചുകൊണ്ട് നിൽക്കുകയാണ്. എൻ്റെ ഉമ്മയുടെയോ എൻ്റെ പിതാവിൻ്റെയോ എൻ്റെ കൂട്ടുകാരുടെയോ ഞാനുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും സഹോദരങ്ങളുടെയോ വല്ല ഹദിയയും എനിക്ക് ലഭിക്കുമോ, വല്ല ദുആയും എനിക്ക് നൽകുമോ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് അതാ വെള്ളത്തിൽ മുങ്ങി മരിക്കാൻ പോകുന്ന അവസ്ഥയെ, മുങ്ങി മരിക്കാൻ പോകുന്ന മനുഷ്യന്റെ അവസ്ഥ പോലെ സഹായം തേടുന്ന അവസ്ഥയിലാണ് ഓരോ ഖബറാളിയുമെന്ന് പ്രിയപ്പെട്ടവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. ഫൈദാ ലഹിഖതുഹു കാനത് അഹബ്ബ ഇലൈഹി മിനദ് ദുനിയാ വമാ ഫീഹാ, എന്തെങ്കിലും
ഒരു ഖബറാളിക്ക് തന്റെ കുടുംബത്തിൽ നിന്ന് ഒരു യാസീൻ പാരായണം കിട്ടി, അല്ലെങ്കിൽ ഒരു ഖുർആൻ പാരായണത്തിന്റെ ഹദിയ ലഭിച്ചാൽ ഈ ദുനിയാവിലുള്ളത് മുഴുവനായി അവന് ലഭിക്കുന്നതിനേക്കാൾ വലിയ ഗുണമായി അവന് കാണുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. വഇന്നല്ലാഹ അസ്സ വജല്ല ലയുദ്ഖിലു അലാ അഹ്ലിൽ ഖുബൂരി മിൻ ദുആഇ അഹ്ലിൽ അർളി അംസാലൽ ജിബാൽ. മുഅ്മിനായ മനുഷ്യൻ ദുആ ചെയ്യുമ്പോൾ, പ്രിയപ്പെട്ടവരെ, അവൻ ഖുർആൻ ഹദിയ ചെയ്യുമ്പോ, മാതാപിതാക്കൾക്ക് വേണ്ടി സ്വതക്ക ചെയ്യുമ്പോ, പ്രിയപ്പെട്ടവരെ, ഒരു നന്മ ചെയ്തിട്ട് അതിന്റെ ഹദിയ എന്റെ പിതാവിന് എത്തിച്ചു കൊടുക്കണേ എന്ന് പറഞ്ഞു ദുആ ചെയ്യുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, പർവ്വത സമാനമായ പ്രതിഫലത്തിന്റെ കൂമ്പാരങ്ങളാണ് അല്ലാഹു തആല ഖബറാളിയുടെ ഖബറിലേക്ക് എത്തിച്ചു കൊടുക്കുന്നത് എന്ന് പ്രിയപ്പെട്ടവരെ ഇമാം ബൈഹഖി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. വഇന്ന ഹദിയത്തൽ അഹ്യാഇ ഇലൽ അംവാതി അൽ-ഇസ്തിഗ്ഫാർ. മയ്യത്തിന് വേണ്ടി ചെയ്യുന്ന ഏതൊരു ഹദിയയും പ്രിയപ്പെട്ടവരെ ആ ഖബറാളിയുടെ ആ മയ്യത്തിന്റെ പാപമോചനത്തിന് കാരണമാകുന്ന പ്രവർത്തനങ്ങളാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസ് ഇമാം ബൈഹഖി റളിയല്ലാഹു അൻഹു പറയുകയാണ്. മരണപ്പെട്ടു പോയ ആളുകൾ പോയി എന്ന് നമ്മൾ വിചാരിക്കരുത്. ഈ മരണപ്പെട്ടു പോയ ആളുകൾക്ക് നമ്മളുമായി ബന്ധമുണ്ട്, നമ്മുടെ വീടുമായി ബന്ധമുണ്ട്, നമ്മുടെ കുടുംബവുമായി ബന്ധമുണ്ട്. മരിച്ച വീട്ടിൽ നിന്ന് കുടുംബങ്ങളെല്ലാം ഒരുമിച്ച് കൂടിയിട്ട് 7 കഴിയട്ടെ 40 കഴിയട്ടെ എന്നൊക്കെ പറഞ്ഞ് വീട്ടിൽ തന്നെ തങ്ങിക്കൂടുന്നതിന്റെ കാരണം എന്താണ് പ്രിയപ്പെട്ടവരെ? ആ മരിച്ച മയ്യത്തിന്റെ അർവാഹുകൾ ആ വീടുമായി ബന്ധപ്പെടും. പ്രിയപ്പെട്ടവരെ, അവരുടെ കുടുംബങ്ങളുമായി ബന്ധപ്പെടും. ആരാണ് പറയുന്നത്? മഹാന്മാരായ ഉലമാ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ വിവരിക്കുകയാണ്. ഇന്ന അർവാഹൽ മുഅ്മിനീന തഅതി ഫീ കുല്ലി ലൈലത്തിൻ ഇലാ സമാഇ ദുനിയ വതഖിഫു ബിഹിദാഇ ബുയൂതിഹാ. മരിച്ചുപോയ ഓരോ മയ്യത്തിന്റെയും ആത്മാക്കൾ പ്രിയപ്പെട്ടവരെ വീടുകളിൽ വന്നു നിൽക്കും, ഓരോ വീടിന്റെയും വാതിലിൽ വന്നു നിൽക്കും. വയുനാദി കുല്ലു വാഹിദിൻ മിൻഹാ ബിസൗത്തിൻ ഹസീൻ. വളരെ ദുഃഖത്തോടെ ഓരോ ആത്മാവും വീടിന്റെ കതകിന്റെ മുമ്പിൽ വന്ന് വിളിച്ചു പറയും, യാ അഹ്ലി വഖാരിബി വവലദി യാ മൻ സകനു ബുയൂതനാ വലബിസു സിയാബനാ വഖതസമു അംവാലനാ هل منكم من أحد يذكرنا ويتفكرنا في غربتنا ونحن في سجن طويل. എന്റെ വീട്ടിൽ താമസിക്കുന്ന കുടുംബക്കാരെ, എന്റെ വസ്ത്രം ധരിച്ച് അടിച്ചു പൊളിക്കുന്ന എന്റെ ബന്ധുമിത്രാദികളെ, എന്റെ സമ്പത്ത് ഓഹരി വെച്ചിട്ട് പരസ്പരം ഇതാ നല്ല പോലെ സുഖലോലുപലായി ജീവിക്കുന്ന എന്റെ ബന്ധുമിത്രങ്ങളെ, മരണപ്പെട്ടു പോയ എന്നെ നിങ്ങളൊന്ന് ഓർക്കുന്നുണ്ടോ? എനിക്ക് വേണ്ടി വല്ല ആദ്യയും ചെയ്യുന്നുണ്ടോ എന്ന് ഓരോ മയ്യത്തിന്റെയും ആത്മാക്കൾ ഖബറിൽ വെച്ച്, അതാ നമ്മുടെ വീടുകളുടെ കഥകളിൽ വെച്ച് ചോദിക്കുമെന്ന് പ്രിയപ്പെട്ടവരെ മഹാന്മാരായ ഉലമാ ഹദീസിന്റെ വെളിച്ചത്തിൽ വിവരിക്കുകയാണ്. അവര് പറയുന്നു, വനഹ്നു ഫീ സിജ്നിൻ തവീൽ വഹിസ്നിൻ ശദീദ്. ഞങ്ങളൊരു ജയിൽവാസം അനുഭവിക്കുകയാണ്. ഞങ്ങൾ വല്ലാത്ത പ്രയാസത്തിൽ ഒരു വലിയ കോട്ടയിൽ അകപ്പെട്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് പുറത്തു പോകാൻ പറ്റില്ല, ഞങ്ങൾക്ക് വിലസാൻ കഴിയില്ല, ഞങ്ങളുടെ സ്വാതന്ത്ര്യം ഹനിക്കപ്പെട്ടിരിക്കുന്നു, ഞങ്ങളുടെ ഇച്ഛാശക്തികൾക്ക് ആമം വെക്കപ്പെട്ടിരിക്കുന്നു. ഞങ്ങളുടെ ഒരവസ്ഥ നിങ്ങൾക്ക് എത്തുന്നതിന്റെ മുമ്പ് ഫർഹമൂനാ യർഹമുക്കുമുല്ലാഹ്, നിങ്ങൾ ഞങ്ങളോട് കാരുണ്യം കാണിക്കണം. വലാ തബ്ഖലൂ അലൈനാ ഖബല അൻ തസീറൂ മിസ്ലനാ, ഞങ്ങളെപ്പോലെ ആകുന്നതിന്റെ ഖബറാടികളായി തീരുന്നതിന്റെ മുമ്പ് നിങ്ങൾ നല്ലപോലെ സദഖ ചെയ്യണം. ഒരിക്കലും നിങ്ങൾ പിശുക്ക് കാണിക്കരുത്. ഇന്നൽ ഫദ്ലല്ലദീ ഫീ ഐദീകും
കാന ഫീ ഐദീനാ. നിങ്ങളിപ്പോ ചെലവഴിച്ചുകൊണ്ടിരിക്കുന്ന സ്വത്തില്ലേ, അതല്ല ഞങ്ങളുടെ കൈകളിൽ ഉണ്ടായിരുന്ന സ്വത്തായിരുന്നു. പക്ഷേ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കാത്തത് കൊണ്ട് ഇപ്പൊ നിങ്ങൾക്ക് അനുഭവിക്കാനായി. ഞങ്ങളെ കാര്യോ നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന സ്വത്തിനെന്ത് സംഭവിച്ചാലും ഞങ്ങളാണ് ഉത്തരവാദിയാവുന്നത്. എന്നിട്ട് പറയുന്നു നിങ്ങൾ എന്റെ സ്വത്ത് കൊണ്ട് അടിച്ചു പൊളിക്കുന്നു, അതിന്റെ എല്ലാവിധ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരുന്ന വിസാബുകൾ ഞങ്ങൾ പേറേണ്ടി വരുന്നു. നിങ്ങൾ ഉപകരിക്കുന്നു, ഞങ്ങൾ ഇവിടെ വിഷമം സഹിക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ സ്വത്തിൽ നിന്ന്, എന്റെ സ്വത്തിൽ നിന്ന് എന്തെങ്കിലും ചെലവഴിക്കണമെന്ന് പ്രിയപ്പെട്ടവരെ ഓരോ ആത്മാവും വീട് കയറി പറയുമെന്ന് മഹാനായ സയ്യിദുൽ ബക്കർ റളിയല്ലാഹു അൻഹു തന്റെ ഇആനത്തുൽ ത്വാലിബീൻ എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുകയാണ്. അതുകൊണ്ട് നമ്മുടെ മാതാവും നമ്മുടെ പിതാവും നമുക്ക് അനന്തരമായി എന്താണ് നൽകിയത്, അതിൽ നിന്ന് പ്രിയപ്പെട്ടവരെ അനന്തമായി അവർക്ക് അവരുടെ ഖബറിടത്തിലേക്ക് നാം ഹദിയകൾ നൽകിക്കൊണ്ടിരിക്കണം. അവരുടെ ആത്മാവുകൾ അത് കണ്ട് സന്തോഷിക്കണം. ജീവിച്ചിരിക്കുന്ന ആളുകളുടെ എന്തെങ്കിലും സഹായം പ്രതീക്ഷിച്ചുകൊണ്ട് അവരുടെ ഹസ്തങ്ങൾ നീട്ടിക്കൊണ്ടിരിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. ഇമാം തബറാനി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, മൻസാറ ഖബ്റ അബവൈഹി ഔ അഹദഹുമാ ഔ അഹദിഹിമാ ഫീ കുല്ലി ജുമുഅത്തിൻ ഗുഫിറ ലഹു വകുതിബ ബർറാ. മാതാപിതാക്കളുടെ ഖബർ ഒരാൾ സിയാറത്ത് ചെയ്തു. എല്ലാ പിതാവാണ് മരണപ്പെട്ടത് അല്ലെങ്കിൽ മാതാവാണ് മരണപ്പെട്ടത്, രണ്ടിൽ ഒരാളുടെ ഖബർ സിയാറത്ത് ചെയ്താൽ അവന്റെ പാപങ്ങൾ പൊറുക്കപ്പെടുകയും ആ മാതാവിനോടും പിതാവിനോടും ഗുണം ചെയ്ത കുട്ടിയായി അവനെ രേഖപ്പെടുത്തുകയും ചെയ്യുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന ഹദീസിൽ നമുക്ക് കാണാം. വെള്ളിയാഴ്ചയിലെ സിയാറത്തിന് പ്രത്യേകമായ പ്രതിഫലമുണ്ട്. ഇആനത്തുൽ ത്വാലിബീൻ എന്ന ഗ്രന്ഥത്തിൽ ഉദ്ധരിക്കുന്ന ഒരുപാട് ഗ്രന്ഥങ്ങളിൽ ഇതുണ്ട്. മൻസാറ ഖബ്റ വാലിദൈഹി കുല്ല ജുമുഅത്തിൻ ഔ അഹദിഹിമാ ഫഖുരിഅ ഇൻദഹു ഫഖറ ഇൻദഹു യാസീൻ വൽ ഖുർആനിൽ ഹകീം ഗുഫിറ ലഹു ബിഅദദി ദാലിക ആയാത്ത്. വെള്ളിയാഴ്ച മാതാവിന്റെയോ പിതാവിന്റെയോ അല്ലെങ്കിൽ മാതാപിതാക്കളുടെ ഖബർ സിയാറത്ത് നടത്തുകയും അവിടെ യാസീൻ സൂറത്ത് പാരായണം ചെയ്യുകയും ചെയ്താൽ പാരായണം ചെയ്യുന്ന ഓരോ ആയത്തിന്റെയും വേറെ ഒരു ഹദീസിൽ ഓരോ ഹർഫിന്റെയും ഖദറനുസരിച്ച് അവന്റെ പാപങ്ങൾ പൊറുക്കപ്പെടുമെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് നമുക്ക് നിന്ന് സിയാറത്ത് ചെയ്യാൻ അവസരമില്ലെങ്കിലും ഒരു സലാം പറഞ്ഞ് നമ്മൾ ഇങ്ങനെ നടന്നു പോകുമ്പോ നമ്മൾ ഖുർആൻ പാരായണം ചെയ്യണം. ഫാത്തിഹ സൂറത്ത്, ഇഖ്ലാസ് സൂറത്ത്. പഠിച്ചവനെ, ഞാൻ ഓതിയ ഈ ഖുർആനിന്റെ സവാബിനെ എന്റെ മാതാവിന്റെ, എന്റെ പിതാവിന്റെ, എന്റെ ജ്യേഷ്ഠന്റെ, എന്റെ മകളുടെ, എന്റെ മകന്റെ, എന്റെ സഹോദരന്റെ, എനിക്ക് ഭക്ഷണം തന്നവരുടെ, എനിക്ക് വെള്ളം തന്നവരുടെ, എന്നെ സഹായിച്ചവരെ, നമ്മളുമായി ബന്ധപ്പെട്ട് എത്ര ആളുകൾ ഉണ്ടാകും, അവരുടെയൊക്കെല്ലാം നമ്മൾ ഹദിയ ചെയ്യണം. അള്ളാഹുവിന്റെ ഔദാര്യമാണിത്. മുഅ്മിനായ മനുഷ്യർ, ജീവിച്ചിരിക്കുന്ന ആളുകൾ, മരണപ്പെട്ടു പോയ ആളുകൾക്ക് ചെയ്യുന്ന ആ ഗുണം, ആ ഇബാദത്ത്, പ്രിയപ്പെട്ടവരെ, അത് അല്ലാഹു തആല മറ്റുള്ളവർക്ക് ഉപകരിച്ചു കൊടുക്കുക എന്ന് പറയുന്നത് അല്ലാഹുവിന്റെ വിശാലമായ റഹ്മത്താണ്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ അല്ലെ, ഒരു മനുഷ്യൻ മാത്രം ചെയ്ത അമല് കൊണ്ട് എന്ത് ചെയ്യാനാണ്? സുബ്ഹാനല്ലാഹ്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ. അതേസമയം ഒരുപാട് മുഅ്മിനീങ്ങൾ ഒരുമിച്ച് കൂടി അവിടെ പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ട് ഹദിയ ചെയ്യുമ്പോ, അവര് മയ്യത്ത് നിസ്കരിക്കുമ്പോ, അവര് ഖത്തം തീർക്കുമ്പോ, അവര് തഹ്ലീൽ ചെല്ലുമ്പോ, അവര് ദുആ ചെയ്യുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ഒരു 4 മനുഷ്യൻ അല്ലെങ്കിൽ ഒരു 10 മനുഷ്യൻ ജീവിതത്തിൽ ഇബാദത്ത് ചെയ്ത പ്രതിഫലം പോലോത്തത് ആ മനുഷ്യന് ലഭിക്കുകയാണ്. ഇത് ഉപകരിക്കുകയില്ല എന്ന് പറയുന്നവൻ എത്ര ഹതഭാഗ്യവാനാണ് എന്ന് നിങ്ങൾ ആലോചിച്ചു നോക്കൂ. മരിച്ച വീട്ടിൽ ഖുർആൻ ഓതുന്നതിന് പകരം, പ്രിയപ്പെട്ടവരെ, ഖുർആൻ ഓതുന്നത് ബിദ്അത്താണ്, അത് തെറ്റാണ്. ആ സമയത്ത് വല്ല മനോരമയോ മാതൃഭൂമിയോ വായിച്ചാൽ തിരക്കണില്ല എന്ന് പറയുന്ന ഹതഭാഗ്യവാന്മാർ, നിങ്ങൾ ആലോചിച്ചു നോക്കൂ. അവർക്ക് നഷ്ടപ്പെട്ടു പോയത്
എത്ര പ്രതിഫലങ്ങളാണ് നാം ആലോചിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, മാതാപിതാക്കളുടെ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഖബർ സിയാറത്ത് ചെയ്യുകയും അറിയാവുന്നത് പാരായണം ചെയ്തിട്ട് അവർക്ക് ഹദിയ ചെയ്യുകയും വേണം. ഹദിയ ചെയ്യേണ്ടത് ഓരോരോ സൂറത്തുകളെ കുറിച്ച് വ്യത്യസ്തമായ റിവായത്തുകളുണ്ട്. ഞാനിപ്പോൾ അതിലേക്ക് പ്രവേശിക്കുന്നില്ല. അറിയാവുന്നത് മാ തയസ്സറ മിനൽ ഖുർആൻ, ഖുർആനിൽ നിന്ന് നമുക്കറിയാവുന്നത് എത്ര കണ്ട് അവിടെ നിന്ന് പാരായണം ചെയ്യുന്നു അത്ര കണ്ട് പ്രിയപ്പെട്ടവരെ ഖബറാളികൾ സന്തുഷ്ടരാണ്. നമ്മളുടെ ജീവിതത്തിൽ എത്ര പരിചയമുള്ളവരായിരുന്നു അത്ര പരിചയത്തോടെ ആ ഖബറിന്റെ അരികിൽ നമ്മൾ വരണം, മറന്നുപോകാൻ പാടില്ല. കശ്മിന്റെ ഇൽമുള്ള ചില മഹാന്മാരായ ഉലമാ അവരുടെ ജീവിതത്തിലുള്ള അനുഭവങ്ങൾ പങ്കുവെക്കുകയാണ്. കിടന്നുറങ്ങുന്ന സമയത്ത് പ്രിയപ്പെട്ടവരെ അതാ ഒരു സ്വപ്നം കാണുന്നു. എന്താ? ഖബറാളികളെല്ലാം ഖബറിന്റെ പുറത്തിറങ്ങിയിട്ട് എന്തൊക്കെയോ സാധനങ്ങൾ ഇങ്ങനെ പൊറുക്കിയെടുക്കുകയാണ്. എന്താണ് പെറുക്കിയെടുക്കുന്നത്? ഒരാൾ മാത്രം ഇങ്ങനെ തനിച്ച് നിൽക്കുന്നുണ്ട്, അദ്ദേഹം ഒന്നും പെറുക്കിയെടുക്കുന്നില്ല. അപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു, അല്ല, എല്ലാ ആളുകളും ഓരോന്നിങ്ങനെ പെറുക്കിയെടുക്കുന്നുണ്ടല്ലോ, നിങ്ങൾ മാത്രം തനിച്ചിരിക്കുന്നത് എന്താണ്? നിങ്ങൾ സുമുഖനായിരിക്കുന്നു, ഒരു വിഷമവും ഒരു ടെൻഷനും ഇല്ലാതെ ഇരിക്കുന്നു, എന്താണ് കാര്യം? അപ്പോഴാണ് പറയുന്നത്, മുഅ്മിനീങ്ങളായ ആളുകൾ ആരെങ്കിലും വല്ല ഹദിയയും ചെയ്താൽ ആ പ്രതിഫലം വാരിക്കൂട്ടാൻ വേണ്ടിയാണ് അവർ പുറത്തിറങ്ങിയിരിക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ആവശ്യമില്ല. എന്റെ മകനുണ്ടല്ലോ, അവനൊരു തുണിക്കച്ചവടക്കാരനാണ്. പക്ഷെ ഓരോ ദിവസവും അവന്റെ ടൗണിൽ ആ കച്ചവടം ചെയ്യുന്ന സമയത്തൊക്കെയും നിരന്തരമായി വിശുദ്ധമായ ഖുർആനിന്റെ പേരിൽ അതാ പാരായണം ചെയ്ത് ആ ഖത്മുകൾ ഓരോ ദിവസവും എനിക്കിങ്ങനെ വിട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ മറ്റുള്ളവരുടെ ഹദിയ സ്വീകരിക്കേണ്ട ആവശ്യമില്ല. പ്രിയപ്പെട്ടവരെ, ആ കശ്മിന്റെ ഇൽമുള്ള മഹാപണ്ഡിതൻ പറയുന്നു, ഞാൻ ആ സ്വപ്നത്തിൽ കണ്ടതുപോലെ അദ്ദേഹത്തിന്റെ മകൻ ഏത് ടൗണിലാണ് കച്ചവടം ചെയ്യുന്നത് എന്ന് ചോദിച്ചു. എനിക്ക് വിവരം കിട്ടി. അതനുസരിച്ച് ഞാൻ പിറ്റേ ദിവസം ആ ടൗണിൽ ചെന്നപ്പോ കച്ചവടം നടത്തുന്ന ചെറുപ്പക്കാരൻ നല്ല കച്ചവടത്തിരക്കിലും തന്റെ ചുണ്ടുകളിൽ ഇങ്ങനെ മന്ത്രിച്ചു കൊണ്ടിരിക്കുകയാണ്. ശുദ്ധമായ ഖുർആൻ ഹിഫ്ളാക്കിയ ഒരു ഹാഫിളായിരുന്നു. അതുകൊണ്ട് നിരന്തരമായ വിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, കുറച്ചു കഴിഞ്ഞപ്പോൾ ആ സ്വപ്നം പിന്നെയും ആവർത്തിക്കപ്പെട്ടു. അപ്പോൾ ആ മനുഷ്യനും ഇതുപോലെ പൊറുക്കുന്ന രംഗം എനിക്ക് കാണാൻ കഴിഞ്ഞു. ഞാൻ ചോദിച്ചു, ഇപ്പോൾ എന്താണ് കഥ? അപ്പോൾ പറഞ്ഞു, എന്റെ മകൻ മരണപ്പെട്ടു പോയി. ഞാൻ പിറ്റേ ദിവസം ടൗണിൽ ചെന്നു. ആ സ്ഥലത്ത് ചെന്നപ്പോൾ പ്രിയപ്പെട്ടവരെ ആ ചെറുപ്പക്കാരൻ എനിക്ക് കാണാൻ കഴിഞ്ഞില്ല. സ്വപ്നത്തിന്റെ യാഥാർത്ഥ്യം എത്ര വ്യക്തമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആലോചിക്കണം, മഹാന്മാരായ ഉലമാ ഇത്തരം സംഭവങ്ങൾ കിതാബുകളിൽ ഉദ്ധരിക്കുന്നത് നമുക്ക് കൂടുതൽ വിശ്വാസം ഉണ്ടാകുന്നതിന് വേണ്ടിയാണ്. ഇതാണ് നാം മനസ്സിലാക്കേണ്ട കാര്യം. ജീവിച്ചിരിക്കുന്ന ആളുകൾ എന്ത് നന്മ ചെയ്താലും അതെല്ലാം മരണപ്പെട്ടു പോയ ആളുകൾക്ക് ഉപകരിക്കും, ഒരു തർക്കവുമില്ല. ഒരു മനുഷ്യൻ ഖബറിൽ വെച്ച് ഒരു മയ്യത്തിനെ ഖബറിൽ വെച്ച് തിരിച്ചു പോകുമ്പോ അവന്റെ ചെരുപ്പടിയുടെ വാറ് കാലിൽ തട്ടുന്ന ശബ്ദം പോലും ആ മയ്യത്ത് അറിയുമെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ. ഇദാ വുദിഅൽ മയ്യിതു ഫീ ഖബരിഹി വതവല്ല അൻഹു അസ്ഹാബുഹു ഇന്നൽ മയ്യിത ലയസ്മഉ ഖർഅ നിആലിഹിം. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണ്. മരിച്ചവർ കാണൂല, മരിച്ചവർ കേൾക്കൂല, മരിച്ചവർ അറിയൂല എന്ന് പറയുന്ന ആളുകൾ സഹീഹുൽ ബുഖാരിയാണ് പ്രിയപ്പെട്ടവരെ കുഞ്ഞനം കുത്തുന്നത്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഇന്നൽ മയ്യിത ഇദാ വുദിഅ ഫീ ഖബരിഹി ലയസ്മഉ ഖർഅ നിആലിഹിം. ഒരു മയ്യത്തിനെ മറവ് ചെയ്തിട്ട് അതിന്റെ അവകാശികൾ തിരിച്ചു പോകുമ്പോൾ അവരുടെ കാലിന്റെ വാറുകൾ അവരുടെ കാലിൽ മുട്ടുന്ന ശബ്ദം പോലും പ്രിയപ്പെട്ടവരെ ആ മയ്യത്ത് കേൾക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. അബൂ യസീദുൽ ബിസ്താമി റളിയല്ലാഹു അൻഹു വലിയ പണ്ഡിതനായിരുന്നു, ആരിഫായിരുന്നു, ഒരുപാട് കറാമത്തുകൾ കാണിച്ച മനുഷ്യനാണ്. ഞങ്ങൾക്ക് മഴ വേണമെന്ന് പറയുമ്പോ അവിടുന്ന് ഒരൊറ്റ നിപ്പിന് ദുആ ചെയ്തിട്ട് പ്രിയപ്പെട്ടവരെ അതാ മഴ പെയ്തു കൊടുക്കുന്ന വലിയ ഇജാബത്തുള്ള മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിന്റെ ശിഷ്യന്മാര് തമ്മിൽ ഇങ്ങനെ മരിച്ചാലുണ്ടാകുന്ന അവസ്ഥയെക്കുറിച്ച് ചർച്ച ചെയ്യുകയാണ്. ഇസ്മാഈൽ ഹഖി അൽ ബറൂസവി തന്റെ റൂഹുൽ ബയാൻ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ഉദ്ധരിക്കുന്ന സംഭവമാണിത്.
പ്രിയപ്പെട്ടവരെ, എന്താണ് ചർച്ച ചെയ്യുന്നത്? നമ്മൾ മരിച്ചുപോയ എന്തായിരിക്കും അവസ്ഥ? നമ്മുടെ ഖബറിലെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. നിങ്ങൾ ആരെങ്കിലും എൻ്റെ അടുത്തേക്ക് വരുമോ? നമ്മളിൽ ആരും ആദ്യം മരിക്കുക? ആര് മരിച്ചാലും ശരി, എല്ലാവരും അവനവന്റെ കൂട്ടുകാരുടെ അരികിൽ പോകണം, സിയാറത്ത് ചെയ്യണം എന്നൊക്കെ പറയാണ്. അപ്പോഴാണ് അബൂ യസീദുൽ ബിസ്താമിയുടെ ചെരുപ്പ് പേറി നടക്കുന്ന ഒരു ഖാദിമുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഖബറിൽ യാതൊരു പേടിയുമില്ല, എനിക്ക് ഖബറിനെ കുറിച്ച് യാതൊരു പേടിയുമില്ല, ഒരാശങ്കയുമില്ല. കാരണം ഞാൻ അബൂ യസീദുൽ ബിസ്താമി റളിയല്ലാഹു അൻഹുവിന്റെ സേവകനാണെന്ന് ഞാൻ പറയും. മുങ്കർ നക്കീർ എന്നോട് ചോദിക്കാൻ വരട്ടെ, മൻ അബൂക മൻ ഉമ്മുക വമാ ഖിബ്ലത്തുക വമാ ദീനുക വമാ ഇമാമുക എന്ന് പറഞ്ഞുകൊണ്ട് എന്നോട് ചോദിക്കുമ്പോ ഞാൻ അവരോട് തിരിച്ചു ചോദിക്കും, നിങ്ങൾ എന്താ 1ാം ക്ലാസ്സിലെ കുട്ടിയെ പഠിപ്പിക്കാൻ വന്നതുപോലെ നിന്റെ ദീൻ ഏതാണ്, നിന്റെ റബ്ബ് ഏതാണ്, നിന്റെ നബി ഏതാണ്, നിന്റെ ഖിബ്ല ഏതാണ്? ഇതൊക്കെ അറിയാത്തവരാണോ ഞാൻ? ഇതൊക്കെ ചെറിയ കുട്ടികളോട് ചോദിക്കേണ്ട ചോദ്യമല്ലേ? ഞാൻ തിരിച്ചു ചോദിക്കും. കാരണം ഞാൻ അബൂ യസീദുൽ ബിസ്താമി റളിയല്ലാഹു അൻഹുവിന്റെ സേവനം ചെയ്യുന്ന ഖാദിമാണ്. പ്രിയപ്പെട്ടവരെ, അതിനു മാത്രം വലിയ മഹാനായിരുന്നു അബൂ യസീദുൽ ബിസ്താമി റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് ആ സേവകനായ ഖാദിമായ മനുഷ്യൻ ഇതുപോലെ അഭിപ്രായപ്പെട്ടു. അല്ലാഹു തആല പിൻകാലക്കാരായ ആളുകൾക്ക് പാഠമുണ്ടാകുന്നതിന് വേണ്ടി പഠിപ്പിച്ചു തരികയാണ്. ആ കൂട്ടത്തിൽ നിന്ന്, ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ നിന്ന് ആദ്യം മരണപ്പെട്ടു പോയത് ആ ഖാദിമായിരുന്നു. പ്രിയപ്പെട്ടവരെ, എന്നിട്ട് പറഞ്ഞു, ഞാൻ മരണപ്പെട്ടാൽ നിങ്ങൾക്കിത് കാണണമെങ്കിൽ എന്റെ ഖബറിന്റെ അരികിൽ വന്നാൽ നിങ്ങൾക്ക് കേൾക്കാം. പ്രിയപ്പെട്ടവരെ, പറഞ്ഞതുപോലെ മയ്യത്തിനെ മറമാടി എല്ലാവരും തിരിച്ചു പോയപ്പോ കുറച്ചാളുകൾ അവിടെ വന്നു നിന്നു. അപ്പോഴാണ് മുങ്കർ നക്കീർ ചോദിക്കുന്നു. ആ ചോദ്യത്തിനെല്ലാം പ്രിയപ്പെട്ടവരെ മറുപടി പറയുന്നത് എന്താണെന്നറിയോ? ഞാൻ ആരാണെന്ന് നിങ്ങൾക്കറിയുമോ? ഞാൻ അബൂ യസീദുൽ ബിസ്താമി റളിയല്ലാഹു അൻഹുവിന്റെ ഖാദിമ. ആരാ അബൂ യസീദുൽ ബിസ്താമി എന്നാ നിങ്ങൾ വിചാരിച്ചത്? വലിയ കറാമത്തുള്ള മക്കാമുള്ള ആളാണ് അബൂ യസീദുൽ ബിസ്താമി. അദ്ദേഹത്തിന്റെ അരികിൽ നിന്ന് ദീന് നല്ലപോലെ പഠിച്ചു മനസ്സിലാക്കിയ ആളാ ഞാന്. നിങ്ങൾ ചെറിയ കുട്ടികളോട് ചോദിക്കുന്നത് പോലെ ആരാണ് റബ്ബ്, ആരാണ് നബി, ഏതാണ് ഖിബ്ല, ഏതാണ് കഅബ, ഇതൊക്കെ ചോദിച്ചാൽ ഞാനതെല്ലാം പഠിച്ചു മനസ്സിലാക്കി വന്ന ആളാണ് എന്ന് പ്രിയപ്പെട്ടവരെ അബൂ യസീദുൽ ബിസ്താമിയുടെ സേവകനായ ഖാദിമായ ആ മനുഷ്യൻ മറുപടി പറഞ്ഞ രംഗം തന്റെ കൂട്ടുകാര് കേട്ട് അനുഭവിച്ച യാഥാർത്ഥ്യത്തെ മഹാനായ ഇസ്മാഈലുൽ ഹഖി അൽ ബറൂസവി തന്റെ റൂഹുൽ ബയാനിൽ രേഖപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കണം, അപ്പോൾ ജീവിച്ചിരിക്കുന്ന ആളുകൾ ഖബറാളികളുടെ അവസ്ഥയെ അറിയാൻ കഴിവുള്ളവരാണെങ്കിൽ അതറിയാൻ പറ്റും. ഏതായിരുന്നാലും അവരെ നമുക്ക് മനസ്സിലാക്കാൻ സാധുക്കളായ നമുക്ക് കാണാൻ കഴിഞ്ഞില്ലെങ്കിലും നമ്മുടെ യാഥാർത്ഥ്യ ബോധത്തെ പ്രിയപ്പെട്ടവരെ ഖബറാളികൾക്ക് മനസ്സിലാകും. ഉമ്മ വന്നാൽ ഉമ്മയാണ്, വാപ്പ വന്നാൽ വാപ്പയാണ്, ജ്യേഷ്ഠനാണെങ്കിൽ ജ്യേഷ്ഠനാണ്, അവർക്ക് തിരിച്ചറിയാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, ഓരോ മനുഷ്യനെയും വേർതിരിച്ച് അറിയാനുള്ള കഴിവ് ഖബറാളികൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നതാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആലോചിക്കണം, അല്ലാഹുവിന്റെ റസൂല് ഒരു ഖബറ്, 2 ഖബറിന്റെ അരികിലൂടെ അങ്ങനെ നടന്നു പോകുമ്പോൾ, ഒരു വിജനമായ സ്ഥലത്തിലൂടെ നടന്നു പോകുമ്പോ പെട്ടെന്ന് സ്തബ്ധനായി. എന്നിട്ട് പറഞ്ഞു, ഈത്തപ്പന മെഡൽ കൊണ്ടുവരാൻ ആവശ്യപ്പെടുകയാണ്. അത് 2 ചീന്താക്കിയിട്ട് പ്രിയപ്പെട്ടവരെ അവിടെ കുത്തിക്കൊടുത്തു. കൂടെ ഉള്ളവർ ചോദിച്ചു, എന്താണ് നബിയെ ചെയ്യുന്നത്? അപ്പോൾ പറഞ്ഞു, ഈ ഖബറാളികൾ അവർ ജീവിതത്തിൽ ചെയ്തു പോയ തെറ്റിന്റെ കാരണം കൊണ്ട് ശിക്ഷ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അവരുടെ ജീവിതത്തിൽ അവർ വിചാരിച്ചത് അത് ചെറിയ തെറ്റാണെന്നായിരുന്നു. പക്ഷേ ഖബറിൽ വന്നപ്പോഴാണത് അതിന്റെ ഗൗരവത്തെ കുറിച്ച് മനസ്സിലാക്കിയത്. ഒന്നാമത്തെയാള് മൂത്രിച്ചിട്ട് വേണ്ട പോലെ മനോഹരം ചെയ്യാത്ത ആളായിരുന്നു. രണ്ടാമത്തെയാള് ഏഷണിക്കാരനായിരുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. മൂത്രിച്ചിട്ട് വേണ്ട പോലെ മനോഹരം ചെയ്യാത്ത ആളുകൾ, പ്രിയപ്പെട്ടവരെ, നമ്മൾ ശ്രദ്ധിക്കണം. ഈ ടൈറ്റ് പിറ്റ് ഫാൻറ്റൊക്കെ ഇട്ട് ധരിക്കുന്ന ആളുകളുണ്ടല്ലോ, അവരൊക്കെ മൂത്രിച്ചാൽ വേണ്ടതുപോലെ കൃത്യമായി അതിന്റെ പൂർണ്ണതയിലെത്തുകയില്ല. പിന്നെ മനോഹരം ചെയ്തിട്ട് നടക്കുമ്പോൾ അതിന്റെ ബാക്കി ഭാഗങ്ങളിൽ കൂടി അതിലുറ്റിപ്പോകും. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം. ഒരല്പ സമയമെടുത്ത് വൃത്തിയായി അത് കഴുകി, പ്രിയപ്പെട്ടവരെ, നമുക്ക് ശരീരത്തിൽ നിന്ന് പൂർണ്ണമായി ഇതെല്ലാം ഒഴിവാക്കാനുള്ള ഒരു അവസരം കിട്ടുന്ന സമയത്ത് നല്ലപോലെ അത് ഉപയോഗിക്കുക. അല്ലെങ്കിൽ നമ്മളുടെ അടിവസ്ത്രവും പാന്റും എല്ലാം നരസും മലിനവുമാകും, പറയേണ്ടതില്ല.
ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. ഒരാള് മൂത്രിച്ചാൽ വേണ്ടതുപോലെ മനോഹരം ചെയ്യാത്ത ആളായിരുന്നു, അതിന്റെ പേരിൽ അയാൾ അദാബ് അനുഭവിക്കുകയാണ്. വേറെ ഒരാൾ നമീമത്തുകാരനായിരുന്നു, ഏസനിക്കാരനായിരുന്നു. ഇവിടുന്ന് കേട്ടത് അവിടെ പറയും, അവിടുന്ന് കേട്ടത് ഇവിടെ പറയും. എന്നിട്ട് അവർ തമ്മിൽ ശണ്ട കൂടും. ഈ ലഹളയും പ്രശ്നവും കാണുമ്പോൾ അവൻ അതിൻ്റെ ഇടയിൽ ഇരുന്നിട്ട് ഇങ്ങനെ ചിരിക്കും, അതിന് മൂർച്ച കൂട്ടും. ഇവനാണ് ഏസനിക്കാരൻ എന്ന് പറയുന്നത്. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, അവന്റെ ജീവിതത്തിൽ ഇതൊരു ചെറിയ തെറ്റായിട്ടാണ് അവൻ കണ്ടത്, പക്ഷേ ഇന്ന് അവൻ ഖബർ ശിക്ഷ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇവരുടെ ഖബറിന് ലഘൂകരണം ലഭിക്കട്ടെ ഈ പച്ചിലകൾ ചെല്ലുന്ന തസ്ബീഹിന്റെ കാരണം കൊണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. കേവലം ഈ പച്ചിലകൾ ചെല്ലുന്ന തസ്ബീഹ് പോലും ഈ മയ്യത്തിന് ഉപകരിക്കുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞെങ്കിൽ ഈമാനുള്ള മുഅ്മിനായ മനുഷ്യൻ ചൊല്ലുന്ന ഫാത്തിഹയും യാസീനും പ്രിയപ്പെട്ടവരെ ഖത്മുൽ ഖുർആനും തഹ്ലീലും ഉപകരിക്കുമെന്ന് പറയേണ്ടതുണ്ടോ? നിങ്ങൾ ആലോചിച്ചു നോക്കൂ. ഇതിനേക്കാൾ വലിയ വിവേകം എന്തിനാണ് ഒരു മനുഷ്യന്? ഈ പച്ചിലകൾ ചെല്ലുന്ന തസ്ബീഹ് പോലും ഈ ഖബറാളിക്ക് ഉപകരിക്കുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു. ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ ഇവിടെ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഖബർ സിയാറത്ത് എന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബങ്ങളെ സിയാറത്ത് ചെയ്യുന്നത് പുരുഷന്മാരാണ്. സ്ത്രീകൾക്ക് കുടുംബങ്ങളെ സിയാറത്ത് ചെയ്യൽ സുന്നത്തില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സിയാറത്ത് ചെയ്യാം, ഔലിയാക്കളെ സിയാറത്ത് ചെയ്യാം, പക്ഷേ കുടുംബങ്ങളെ സിയാറത്ത് ചെയ്യൽ സ്ത്രീകൾക്ക് സുന്നത്തില്ല. ഇത് ഞാൻ പറയാനുള്ള കാരണം, ഈ അടുത്ത കാലത്തായ സ്ത്രീകൾ പള്ളിക്കാടുകളിലും സിയാറത്തിന് വേണ്ടി വരുന്നത് 1-2 പ്രാവശ്യം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അത് കറാഹത്താണ്. സ്ത്രീകൾക്ക് പ്രിയപ്പെട്ടവരെ കുടുംബങ്ങളെ സിയാറത്ത് ചെയ്യൽ കറാഹത്താണ്. വേറെയും ഒരു കാര്യമുണ്ട്. ഈ പള്ളി ഖബർസ്ഥാനി എന്ന് പറയുന്നത് പല തരത്തിലുള്ള ശരീരങ്ങളും ഇവിടെ അന്തി ഉറങ്ങുന്നുണ്ട്. അതിൽ നല്ല മനുഷ്യന്മാരുണ്ടാവും, ചീത്ത മനുഷ്യന്മാരുണ്ടാവും. പ്രിയപ്പെട്ടവർ, ഈമാൻ കിട്ടി മരിച്ചവരുണ്ടാവും, ഈമാൻ കിട്ടാതെ മരിച്ചവരുണ്ടാവും. പല തരത്തിലുള്ള ആളുകളുണ്ടാവും. നമുക്കൊന്നും പറയാൻ കഴിയില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ബാഹ്യരൂപം കണ്ട് മനസ്സിലാക്കിയതനുസരിച്ച് പ്രവർത്തിക്കുക എന്നതല്ലാതെ വിജയവും പരാജയവും അല്ലാഹുവിന്റെ അരികിലാണ്. നഹ്നു നഹ്കുമു ബിൽളവാഹിർ വഹുവ യതവല്ല സറായിർ. ഇബ്നു ഹജർ അൽ-ഹൈതമി റളിയല്ലാഹു അൻഹു തുഹ്ഫയിൽ പറഞ്ഞതുപോലെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ബാഹ്യരൂപം മനസ്സിലാക്കിയിട്ട് പ്രവർത്തിക്കുക എന്നതല്ലാതെ പ്രിയപ്പെട്ടവരെ നമുക്ക് നല്ലതും ചീത്തയും വേർതിരിച്ചറിയാൻ സാധിക്കുമോ? പറഞ്ഞുകൊണ്ടുവരുന്നത്, നല്ലതല്ലാത്ത മനുഷ്യരുടെ ആത്മാക്കളോടൊപ്പം പ്രിയപ്പെട്ടവരെ ഇവിടെ റൂഹാനി എന്ന് പറയുന്ന ഒരവസ്ഥ നമുക്കറിയാമല്ലോ. പ്രേതം എന്ന് മലയാളത്തിൽ പറയും. അത് ഈ ഖബർസ്ഥാനിയിലൊക്കെ വളരെ കൂടുതലായി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അസ്മാഇന്റെ കിതാബുകളൊക്കെ പരിശോധിച്ചാൽ പ്രിയപ്പെട്ടവരെ കാണാൻ പറ്റും. അപ്പൊ സ്ത്രീകളൊക്കെ ഇതുപോലെ ഈ മഗ്‌രിബിന്റെ സമയത്തും അതിന്റെ തൊട്ട് മുമ്പൊക്കെ ആയി ഇങ്ങനെ സിയാറത്തിന് വരുമ്പോ ഇതുപോലെയുള്ള രോഗങ്ങൾ അവർക്ക് ബാധിക്കാൻ വളരെ കൂടുതൽ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരിക്കലും ഖബർ സിയാറത്തിന് സ്ത്രീകളെ പ്രോത്സാഹിപ്പിക്കരുത്. ഒരിക്കലും പ്രിയപ്പെട്ടവരെ, കുടുംബങ്ങളെ സന്ദർശിക്കാൻ സ്ത്രീകൾ പള്ളികളിലേക്കോ പരിസരങ്ങളിലേക്കോ വരരുത് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. നമ്മളുമായി ബന്ധപ്പെട്ട ആളുകൾ ആരെങ്കിലും തരുണത്തിൽ ഉണ്ടെങ്കിൽ അത് നിരുത്സാഹപ്പെടുത്തണം. ഇസ്ലാം അതിനെ നിരുത്സാഹത്തോടുകൂടെയാണ് കാണുന്നത്. ഫുഖഹാ അതിന് പറഞ്ഞ ഹുക്മ് കറാഹത്താണ് എന്നാണ്. പ്രിയപ്പെട്ടവരെ, അന്യ പുരുഷന്മാര് കാണാനും കേൾക്കാനും സ്പർശിക്കാനും ഒക്കെ ഇടയാകുന്ന അവസരത്തിലാണെങ്കിലോ അൽ ജസ്മു ബിൽ ഹറാം. ഇബ്നു ഹജർ അൽ-ഹൈതമി ഫതാവൽ കുബറയിൽ പറഞ്ഞു, ഹറാമാണെന്നല്ലാതെ എന്തു പറയാനാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതുകൊണ്ട് അത് വളരെ ശ്രദ്ധിക്കണമെന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. സിയാറത്തിന് ചില അച്ചടക്കങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. മൊത്തത്തിൽ നാം ഒരിക്കൽ എല്ലാ ഖബറാളികൾക്ക് വേണ്ടിയും ആദ്യം സലാം പറയണം. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, എന്റെ അരികിൽ റസൂലുള്ളാഹി ഇരിക്കുന്ന രാത്രികളിലെല്ലാം ജന്നത്തുൽ ബഖീയിലേക്ക് നബി തങ്ങൾ രാത്രിയുടെ അവസാന സമയത്ത് പാതിരാ സമയത്ത് ചെല്ലും. എന്നിട്ട് സലാം പറയും, അസ്സലാമു അലൈക്കും യാ ദാറ ഖൗമിൻ മുഅ്മിനീൻ ഇന്നാ ഇൻഷാ അല്ലാഹു ബികും ലാഹിഖൂൻ. ഓ
മുഅ്മിനീങ്ങളുടെ ഖബറാളികളായ ജനങ്ങളെ നിങ്ങൾക്കെല്ലാം അല്ലാഹുവിന്റെ രക്ഷയുണ്ടാകട്ടെ. ഇൻഷാ അല്ലാഹ് അല്ലാഹു വേണ്ടുക വെച്ച് നിങ്ങളോട് ഞങ്ങളും ചേരാൻ പോവുകയാണ്. ഇതിനവിടെ അവർ ഇൻഷാ അല്ലാഹ് മഹാന്മാരായ ഉലമാ അതിന് വിവരണം നൽകിയത് 3 അർത്ഥത്തിലാണ്. ഞങ്ങൾ ഇൻഷാ അല്ലാഹ് ഒന്ന് തബറക്കിന്റെ ഇൻഷാ അല്ലാഹയാണ്. ഇൻഷാ അല്ലാഹ് എന്തൊരു കാര്യവും മുഅ്മിനായ മനുഷ്യൻ പറയുമ്പോൾ അങ്ങനെയാണല്ലോ, ഇൻഷാ അല്ലാഹ് പറയാതെ പറയാൻ പാടില്ല. എന്ത് കാര്യം പറയുമ്പോഴും ഇൻഷാ അല്ലാഹ്, സംഭവിക്കാൻ പോകുന്ന കാര്യമാണെങ്കിൽ ഇൻഷാ അല്ലാഹ് എന്ന് പറയണം. അതുകൊണ്ട് അതൊരു ബറക്കത്തിന്റെ ഇൻഷാ അല്ലാഹയാണ്. അല്ലെങ്കിൽ നിങ്ങളോട് ചേരുമെന്ന് പറഞ്ഞല്ലോ, അതിന്റെ അർത്ഥം എന്താ? ഈ ഖബർസ്ഥാനിയിൽ തന്നെ ചേരുമെന്നാണ് നിർബന്ധം? ഇല്ല, അതിന് അല്ലാഹു ഉദ്ദേശിക്കണം ആ അർത്ഥത്തിലാണ്. അല്ലെങ്കിൽ നിങ്ങളോടൊപ്പം ചേരുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വാസികളാണ്, ഞങ്ങളും വിശ്വാസികളായി ചേരും ഇൻഷാ അല്ലാഹ്, അല്ലാഹു വേണ്ടുക വെച്ച് എന്നാണ് അതിന്റെ അർത്ഥമെന്ന് മഹാന്മാരായ ഉലമാ 3 വ്യാഖ്യാനങ്ങൾ നൽകിയിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ മൊത്തത്തിൽ സലാം പറഞ്ഞാൽ പിന്നെ മാതാവോ പിതാവോ നാവുമായി ബന്ധപ്പെട്ടവരോ ആണെങ്കിൽ പ്രത്യേകമായ ഒരു സെപ്പറേറ്റ് സലാം, അസ്സലാമു അലൈക യാ അബീ, അസ്സലാമു അലൈക യാ ഉമ്മി, അസ്സലാമു അലൈക യാ അഖീ, അസ്സലാമു അലൈക യാ സദീഖി എന്നിങ്ങനെ പറയണം. അത് പ്രത്യേകം സുന്നത്താണ്. പിന്നീട് പ്രിയപ്പെട്ടവരെ, ഖബറിന്റെ അരികിൽ വെച്ച് ഖുർആൻ പാരായണം ചെയ്യണം. ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ഇതാണ് ഖബറെങ്കിൽ ഞാൻ നിൽക്കുന്നത് പോലെ നിൽക്കണം. ഇതാണ് ഖബർ. ഖബർ കിഴക്ക്, ഞാൻ പടിഞ്ഞാറില്ല. എന്നിട്ട് ഖബറിന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് തൽക്കീൻ ഓതുന്നത് പോലെ ഇങ്ങനെയാണ് ഖുർആൻ ഓതേണ്ടത്. എന്നിട്ട് ദ്വാരക്കുമ്പോ ഇപ്പുറത്ത് വന്നിട്ട് നിൽക്കണം. ഇതാണ്. പറ്റുന്നവരൊക്കെ അങ്ങനെ ചെയ്യാം, ഇല്ലെങ്കിൽ ഇതെങ്കിലും ചെയ്യാം. ഖബറിന്റെ അരികിൽ പോയി വിശുദ്ധമായ ഖുർആൻ പാരായണം, അറിയാവുന്ന സൂറത്തുകൾ പാരായണം ചെയ്തിട്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ ഓതിയ ഖുർആനിന്റെ മിസ്ൽ സവാബ് അല്ലാഹുവേ ഈ ഖബറാളിക്ക് നീ എത്തിച്ചു കൊടുക്കണേ. ചില റിവായത്തുകളിലെല്ലാം സവാബിനെ എത്തിച്ചു കൊടുക്കണേ എന്നുണ്ട്, ചിലതിൽ മിസ്ൽ സവാബ് എന്നുണ്ട്. അതിന്റെ ഫർഖ് ഉലമാ രേഖപ്പെടുത്തിയത് നാം ചെയ്യുന്ന അമലുകൾ, വിശുദ്ധമായ നിസ്കാരം, നോമ്പ്, ഖുർആൻ പാരായണം, ഇതുപോലെയുള്ളതെല്ലാം ദ്വാരക്കുമ്പോ മിസ്ൽ സവാബ് എന്ന് പറയുന്നത് നല്ലതാണ്. അതേസമയം സാമ്പത്തികമായി നാം ചെലവഴിക്കുന്ന കാര്യങ്ങൾ അത് അതിന്റെ സവാബ് തന്നെ എത്തിച്ചു കൊടുക്കണേ എന്ന് പറയുന്നതാണ് നല്ലത് എന്ന് ചില ഉലമാ തഹ്ഖീഖായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏതായിരുന്നാലും ഖബർ സിയാറത്ത് ചെയ്യാൻ പോകുമ്പോൾ മറ്റുള്ള ഖബറുകളെ ചവിട്ടാതെ അതിന്റെ അച്ചടക്കങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് പോവുക. നാം വളരെ ഭംഗിയോടുകൂടെ നല്ല വൃത്തിയിൽ പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്ത് ഈ ഖബറാളിക്ക് മാത്രമല്ല അതിന്റെ ചുറ്റുഭാഗത്തുള്ള എല്ലാ മുഅ്മിനീങ്ങൾക്കും, ലോകത്ത് മരണപ്പെട്ടു പോയ എല്ലാ മുസ്ലിമീങ്ങൾക്ക് വേണ്ടിയും പ്രിയപ്പെട്ടവരെ, നാം വിശുദ്ധമായ ഖുർആൻ ഓതി ഹദിയ ചെയ്യുമ്പോൾ അതിന്റെ ഒരു അല്പം പോലും കുറവ് വരാതെ അല്ലാഹു തആല ഈ നാം പറയപ്പെട്ട മനസ്സിൽ ഉദ്ദേശിച്ച എല്ലാ മുഅ്മിനീങ്ങൾക്കും അതിന്റെ പ്രതിഫലം എത്തിച്ചു കൊടുക്കും. കാരണം അല്ലാഹുവിന്റെ ഖജനാവ് വളരെ വിശാലമാണ്. സങ്കുചിതമായ മനസ്സുള്ളത് കൊണ്ടാണ് ഒരു ഫാത്തിഹ ഓതിയിട്ട് ബദരീങ്ങൾക്കും മുഹദീങ്ങൾക്കും അമ്പിയാക്കൾക്കും ഔലിയാക്കൾക്കും മുഅ്മിനീങ്ങൾക്കും ഒക്കെ അങ്ങ് കൊടുത്താൽ പിന്നെ എന്താ അതിന്റെ കൂലി ഉണ്ടാകുക? ഇത് കളിയാക്കലല്ലേ എന്ന് ചില വിദഗ്ധകാരൻ ചോദിക്കാറുണ്ട്. പ്രിയപ്പെട്ടവരെ, അത് അള്ളാഹുവിന്റെ വിശാലമായ കഴിവിനെ കുറിച്ച് ബോധമില്ലാത്തത് കൊണ്ടാണ്. അള്ളാഹുവിന്റെ ഖജനാവ് വളരെ വിശാലമാണ്, അവന്റെ റഹ്മത്ത് വിശാലമാണ്. അതുകൊണ്ട് നാം ചെയ്ത സൽക്കർമ്മങ്ങളുടെ പ്രതിഫലം നമുക്ക് ലഭിക്കുന്നത് പോലെ തത്തുല്യമായ ഒരു പ്രതിഫലം ബാക്കിയുള്ളവർക്കെല്ലാം ലഭിക്കും. ആർക്കും അതിലൊരു കുറവും വരികയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. അതുകൊണ്ട് സിയാറത്ത് വർദ്ധിപ്പിക്കുക, മരണപ്പെട്ടു പോയ ആളുകൾക്ക് വേണ്ടി പരമാവധി സദഖ ചെയ്യാനും, പ്രിയപ്പെട്ടവരെ, നാം നമ്മുടെ ജീവിതത്തിലുള്ള സമ്പത്തുകൾ അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി ചെലവഴിക്കാനും എല്ലാവരും ശ്രമിക്കണമെന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുന്നു. സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ യഥാർത്ഥ വിശ്വാസികൾ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ.